ആ കേരളം എന്തൊരു ഭംഗിയല്ലേ. തോട്ട്സ് ഓൺ കൺട്രി. മലബാർ പൊറോട്ട, 100% ലിറ്ററസി റേറ്റ്. പിന്നെ വർഷത്തിൽ 365 ഡേയ്സും തോട്ട്സ്, പ്രേയേഴ്സ്, എമർജൻസി ഓവർ ഡ്രാഫ്റ്റിൽ ഓടുന്ന നമ്മളുടെ ട്രഷറി. പുതിയ വൈറ്റ് പേപ്പർ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോകരുത്. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ 100 രൂപയിലും 77.6 rupees ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് വേർ? സാലറീസ്, പെൻഷൻസ്, പിന്നെ നമ്മുടെ മാമന്മാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. നാഷണൽ ആവറേജ് ഇസ് 46%. ബട്ട് ഹേ, വി മലയാളീസ് വി ഡോണ്ട് ലൈക്ക് ടു സ്ലാക്ക്. വി ലീഡ് ബൈ എക്സാമ്പിൾ. നമുക്കിപ്പോഴുള്ള കട എത്ര അറിയാവോ? വെറും സിംഗിൾ ഡിജിറ്റ് 5.07 lakh crore. നോർമൽ എക്കണോമിക്സിൽ പറയാറ് കടം എടുത്താൽ ലോങ് ടേം അസറ്റ് ജനറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ നമ്മൾ അത്ര വർക്കിംഗ് ക്ലാസ് ആയതുകൊണ്ട് 1.3% അസറ്റ് ജനറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി KCB ബില്ല് അടയ്ക്കാനും പിന്നെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തു. ജസ്റ്റ് സ്ട്രാറ്റജിക് മൂവ്. പിന്നെ നമ്മുടെ മുത്തായ കിഫ്ബി, ബജറ്റിൽ നിന്ന് പുറത്ത് ക്യാഷ് എടുക്കാനുള്ള അതിമനോഹരമായ സ്കീം. നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ്സിനേക്കാൾ 1.5% കൂടുതൽ കൊടുത്താണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്. എന്തിനാ വെറുതെ നോർമൽ റേറ്റ്സ് കൊടുത്ത് ചീപ്പാവുന്നേ? ലോസ് ആണെങ്കിലും പ്രീമിയം ആണോ? അതല്ലേ ഹീറോയിസം. ഇനി നമ്മളുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് നോക്കിയാൽ തല കറങ്ങിപ്പോകും. ആകെ ലോസ് 79,000 crores. സ്പെഷ്യൽ അവാർഡ് ഗോസ് ടു KSRTC ആൻഡ് ബ്രൗണി പോയിന്റ്സ് ടു KCB. ഇതിന്റെ സൊല്യൂഷനായി പാനൽ പറയുന്നത് റിട്ടയർമെന്റ് ഏജ് കൂട്ടാനും പിന്നെ പേ റിവിഷൻസ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി മാറ്റാനുമാണ്. അതായത് സർക്കാർ ജോലിക്കാരോട് പറയുന്നത്, മക്കളെ ഇനി കൂടുതൽ കാലം പണിയെടുത്തോ, പക്ഷെ ക്യാഷ് തരാൻ ഇത്തിരി ടൈറ്റ് ആണെന്ന്. അങ്ങനെ പറയാനുള്ള പൊളിറ്റിക്കൽ തന്റെ ഇടം സമ്മതിക്കണം അല്ലെ. സോ June 19th റിവൈസ് ബജറ്റ് വരുമ്പോ എല്ലാവരും പോപ്കോൺ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കൂ. വേർഡ്സ് ഒക്കെ സേഫ് ആയി വെക്കൂ. അതിലെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. See you next time.